എങ്ങനെയാ പ്രലോഭകൻ വിശപ്പിന്റെ രൂപത്തിൽ വരുന്നത്? ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ പറിച്ച് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ പിശാച് വന്ന്, പ്രലോഭകൻ വന്ന് കൗശലപൂർവ്വം ഈ മനുഷ്യനെ കബളിപ്പിക്കുകയാണ്. ഇത് തിന്നരുതെന്ന് വാസ്തവമായി ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? പിശാച് ചോദിക്കുന്ന, പ്രലോഭകൻ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ കീഴടങ്ങുകയാണ്. അത് കാണാൻ ഭംഗിയുള്ളതായിരുന്നു, അത് തിന്നാൻ രുചിയുള്ളതായിരുന്നു, അത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായിട്ടുള്ളതെന്ന് അവർ കണ്ടു. അത് തിന്നു, അത് പറിച്ചു. അതിൻ്റെ അനുഭവത്തിലേക്ക്, പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വീണ്ടും 25-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ മറ്റൊരാളെ കാണാൻ കഴിയും. അറിയാം, തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. എന്താ കാര്യം? ഒരു നേരത്തെ വിശപ്പടക്കാൻ. എന്താ അവിടെ യേശു പറഞ്ഞത്? വിശന്ന് ചാകാറായ എനിക്ക് എന്തിനാണ് ഈ ജ്യേഷ്ഠാവകാശം? വിശപ്പ് മാറാൻ വേണ്ടി പ്രലോഭനത്തിന് അടിമപ്പെട്ട് തനിക്ക് ദൈവം ദാനമായി നൽകിയ കടിഞ്ഞൂൽ അവകാശത്തെ വിറ്റുതുലച്ച ഏശാവിനെ നമുക്ക് കാണാൻ കഴിയും. ശരീരത്തിന്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് പരാജയം. ശരീരത്തിന്റെ വിശപ്പിനോട് സമരം ചെയ്ത് ആത്മാവിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ ഈ വലിയ നോമ്പിൽ നമുക്ക് സാധ്യമാകണം.